നമ്മളിന്നൊരു നല്ലൊരു ലൈം ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ 2 ലെമൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് മാത്രം മതി കേട്ടോ. അപ്പം മിക്സിയുടെ ജാറിലേക്ക് നമുക്കതിൻ്റെ ജ്യൂസ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ അത് ലെമൺ ഇട്ടടിച്ചാൽ അതിൻ്റെ ഒരു കയ്പ്പ് രസം വരും കേട്ടോ, നമുക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ നേരം റീഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ജ്യൂസ്. അപ്പോൾ നമുക്ക് ആ 2 ലെമണും അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ലെമണിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ചെറിയൊരു പീസ് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് പുതിനയിലുണ്ടെങ്കിൽ 2 പുതിനയിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ അടുത്തില്ല, ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലൈം ജ്യൂസാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ച് ഒഴിച്ച് കൊടുക്കാം. കാരണം ക്യാരറ്റ് ആയതുകൊണ്ട് അതിൻ്റെ തരിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ തന്നെ ഞാനൊന്ന് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്, അതുപോലെ തന്നെ സബ്ജ സീഡ്സൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ നല്ല റീഫ്രഷ് ആയിട്ടുള്ള ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റീഫ്രഷ് ആയിട്ടുള്ളൊരു ലൈം ജ്യൂസാണ്, അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ലൈം ജ്യൂസും കൂടിയാണ് കേട്ടോ.